ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നൊരു വെറൈറ്റി പഴംപൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ. വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇത് സ്പൈസി ആയിട്ട് മല്ലിയിലയും പച്ചമുളകും ഒക്കെ ചേർത്ത് നമ്മളൊരു പഴംപൊരി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിനുള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെറൈറ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ. സ്പൈസി ആയിട്ട് ഇച്ചിരി എരിവൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഇത് കേട്ടോ. 3 ഏത്തക്ക എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തൊലിയെല്ലാം കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എത്ര നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് 3 4 ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് 3ആയിട്ട് കണ്ടിക്കുവാണ്. ഇത് ചെറുത് 2ആയിട്ടും വലുത് നമുക്ക് 3ആയിട്ടും കണ്ടിക്കാം കേട്ടോ. വലുത് 3ആയിട്ടും കണ്ടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ കണ്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരത്തേക്ക് നിങ്ങൾക്ക് വലിപ്പം കൂടുതലാണെങ്കിൽ അതുപോലെ അനുസരിച്ചെടുക്കും. അതുപോലെ 3 എണ്ണമായിട്ട് എടുക്കും. ഇനി നമുക്കിതിന് വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കാവേ. ഇതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/2 കപ്പ് മൈദ, അപ്പം മഞ്ഞൾപ്പൊടി. സാധാരണ നമ്മൾ ഏത്തയ്ക്കാപ്പൊരി ഉണ്ടാക്കുന്നതിൻ്റെ അതേപോലൊക്കെ തന്നെ. പിന്നെ നമുക്ക് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഇച്ചിരി എരിവും. ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇച്ചിരി ഉപ്പൂടി ഇടാം. അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് നമുക്കൊന്ന് ബാറ്റർ തയ്യാറാക്കി എടുക്കാവേ. നമ്മളത് ബാറ്റർ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് റെഡിയാക്കാവേ. ഒക്കെ നമ്മൾ ഈ വെള്ളത്തിൽ എടുക്കുന്ന മാവിൻ്റെ അനുസരിച്ച് നമുക്ക് എടുക്കാം. ഒത്തിരി നീണ്ടും പോകല്ല, അറിയാമല്ലോ. അതുപോലെ എല്ലാവർക്കും ഏത്തയ്ക്കാപ്പൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്. അപ്പം ഞാൻ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ടോ? ഇത് ഈ പരുവാണ്. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെ ചേർക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇത് സ്പൈസി ആയിട്ട് പച്ചമുളക് കേട്ടോ. ഞാനൊരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മല്ലിയില, കരിയാപ്പല, സ്വല്പം എള്ളിടാം. നമുക്ക് ഒരു 1/4 ടീസ്പൂണ് എള്ളിടാം ഇട്ടിട്ടുണ്ട്. പഞ്ചസാരൻ്റെ കൂടെ നമുക്കൊരു സ്വല്പം ഒരു ടീസ്പൂൺ പഞ്ചസാര നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാവേ. ഇപ്പോൾ ഈ മല്ലിയിലയൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ട്. നമ്മളെപ്പോഴും സാധാരണ ഏത്തയ്ക്കാപ്പൊരിയാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടൊരു ഏത്തയ്ക്ക കണ്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടായിട്ട് ഓരോന്നോരോന്ന് മുക്കിയിടുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കണ്ടോ. നമുക്ക് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കാണിക്കാം. എണ്ണ നല്ലോണം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും മുക്കിലേക്ക് ഇതിലേക്കൊന്ന് ഇടാം കേട്ടോ. നമ്മൾ മുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഇളക്കി അതിൻ്റെ അടിയിൽ പച്ചമുളക് എല്ലാം ഒന്ന് അടിഞ്ഞ് ഇതാവും കേട്ടോ. അപ്പോൾ മുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് മുക്കാം. ഓരോന്ന് മുക്കിയിടാവേ. മുക്കി ഓരോന്നും ഇടാൻ പോവാണ് കേട്ടോ. കേട്ടോ ഇങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ഇടാം. എത്രയാണ് അപ്പോൾ അതിൻ്റെ വലിപ്പം അനുസരിച്ച് ഇടും. ഞാനിപ്പോൾ 3 എണ്ണം വെച്ചിടുന്നുള്ളേ. തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവേ. ഉണ്ടോ ആദ്യത്തേക്ക്. ഒന്ന് ആദ്യത്തെ ഫ്രൈ ഉണ്ട്, നമുക്കൊന്ന് എടുക്കാവേ. എടുത്ത ശേഷം അടുത്തത് ഇതുപോലെ തന്നെ ഒന്ന് ആക്കിയെടുക്കാം. ഉണ്ടോ അടുത്തത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തത് ഇട്ടിട്ടുണ്ട്. നമുക്കിത് മൊത്തം ഇപ്പം ലാസ്റ്റ് ഭാഗമാണ്. ഇത് എടുത്തിട്ട് നമുക്ക് ഒന്നിച്ച് കാണിക്കാവേ. ഇതിൻ്റെ മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഏത്തയ്ക്കാപ്പൊരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.